എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2021 ജനുവരി 9 നടന്ന കേട്ടറ്റ് കാറ്റഗറി 1 പരീക്ഷയുടെ സൈക്കോളജിയാണ്. പരീക്ഷ നടക്കാൻ അല്പം വൈകിയത് കൊണ്ട് ചോദ്യപേപ്പറിൽ ഡിസംബർ 2020 എന്ന് തന്നെ നമുക്ക് കാണാം. ഈ ക്ലാസ് കേവലം ആൻസർ കീ മാത്രം പറയുന്ന ഒരു ക്ലാസ് അല്ല. പരീക്ഷ കഴിഞ്ഞതിന് ശേഷം പലരും സോഷ്യൽ മീഡിയകളിൽ എഴുതിയത് പരീക്ഷ വളരെ ടഫായിരുന്നു എന്നാണ്. ഈ ചോദ്യങ്ങൾ തന്നെ ഒരുപക്ഷെ അടുത്ത പരീക്ഷകളിലും ആവർത്തിക്കാവുന്നതാണ്. നമുക്ക് കാണാം, ഇതുവരെയുള്ള ചോദ്യപേപ്പറുകൾ പരിശോധിച്ചാൽ അവ പല ചോദ്യങ്ങളും നിരന്തരം ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ ചോദ്യപേപ്പറിലും മുമ്പ് വന്ന പല ചോദ്യങ്ങളും ആവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾ വിശദമായി മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഈ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും വിശദീകരിച്ചു കൊണ്ടുള്ള ക്ലാസ്സാണ് നടത്താൻ പോകുന്നത്. അത് ഒരു ക്ലാസ് കൊണ്ട് അവസാനിക്കുകയില്ല. അരമണിക്കൂർ വീതമുള്ള 3 ക്ലാസ്സുകൾ ഇതിന് ആവശ്യമായിരിക്കും. അപ്പോൾ അതിൻ്റെ 1ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത്. ഈ ക്ലാസ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ചോദ്യം 1. താഴെ കൊടുത്ത കൂട്ടങ്ങളിൽ സാമീപ്യ നിയമത്തിന് അഥവാ ലോ ഓഫ് പ്രോക്സിമിറ്റിക്ക് സമാനമായ കൂട്ടം ഏതാണ്? താഴെ കൊടുത്ത കൂട്ടങ്ങളിൽ സാമീപ്യ നിയമത്തിന് അഥവാ ലോ ഓഫ് പ്രോക്സിമിറ്റിക്ക് സമാനമായ കൂട്ടം ഏത്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് ഈസ് സിമിലർ ടു ദി ലോ ഓഫ് പ്രോക്സിമിറ്റി? ഇവിടെ ABCD എന്നിങ്ങനെ ഇവിടെ ചിത്രങ്ങൾ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ലോ ഓഫ് പ്രോക്സിമിറ്റിക്ക് സമാനമായ കൂട്ടം ഏതാണ്? അപ്പൊ ഇതിന് ഉത്തരം എഴുതണമെങ്കിൽ ആദ്യം നമ്മൾ എന്താണ് ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് മനസ്സിലാക്കണം. ഉത്തരം ഞാൻ പറയാം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എങ്ങനെയാണ് ഓപ്ഷൻ ഡി ശരിയായത് എന്നറിയണമെങ്കിൽ ലോ ഓഫ് പ്രോക്സിമിറ്റി എന്താണെന്ന് അറിയണം. നമുക്കത് നോക്കാം. പഠനത്തിലെ സമഗ്രതാ നിയമങ്ങളിൽ ഒന്നാണ് ലോ ഓഫ് പ്രോക്സിമിറ്റി. ജസ്റ്റാർട്ട് ലോസ് ഓഫ് ലേണിംഗ് അഥവാ പഠനത്തിലെ സമഗ്രതാ നിയമങ്ങൾ പ്രധാനമായും അവ 4 എണ്ണമാണ്. ഒന്ന് സാമ്യതാ നിയമം, ലോ ഓഫ് സിമിലാരിറ്റി. രണ്ടാമത്തേതാണ് സാമീപ്യ നിയമം, ലോ ഓഫ് പ്രോക്സിമിറ്റി. മൂന്നാമത്തേതാണ് സമ്പൂരണ നിയമം, ലോ ഓഫ് ക്ലോഷർ. നാലാമത്തത് തുടർച്ചാ നിയമം, ലോ ഓഫ് കണ്ടിന്യൂറ്റി. അപ്പൊ എന്താണ് ഇവ എന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മുടെ ചോദ്യത്തിലുള്ളത് സാമീപ്യ നിയമമാണ് അഥവാ ലോ ഓഫ് പ്രോക്സിമിറ്റി. അതെന്താണ്? ഇവിടെ ഇപ്പോൾ ചിത്രം കാണുന്നില്ലേ വലതുവശത്ത്? എന്താണ് ആ ചിത്രം? ഇവിടെ 6 വരകളാണെങ്കിലും 3 സെറ്റുകളായിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നു. ഇങ്ങനെ നമുക്ക് തോന്നുന്നത് സാമീപ്യ നിയമം കാരണത്താലാണ്. അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന അംശങ്ങളെ ഒരേ രംഗചിത്രീകരണത്തിന്റെ ഭാഗങ്ങളായി പ്രത്യക്ഷണം ചെയ്യുന്നു. അഥവാ ഇവിടെ ചിത്രത്തിൽ 6 രേഖാഖണ്ഡങ്ങളെ 3 സെറ്റ് രേഖാഖണ്ഡങ്ങളായി പ്രത്യക്ഷണം ചെയ്യുന്നത് നോക്കുക. ഇവിടെ 6 വരകൾ ഉണ്ടെങ്കിലും നമ്മൾ അതിനെ 3 സെറ്റുകളായിട്ടാണ് നമുക്ക് പെട്ടെന്ന് തോന്നുക. അപ്പൊ ഇത് നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഇതിനെയാണ് സാമീപ്യ നിയമം എന്ന് പറയുക. ഇനി നമുക്ക് ആ ചോദ്യത്തിലേക്ക് തന്നെ നോക്കാം. ഇവിടെ നമ്മൾ ഉത്തരമായി പറഞ്ഞത് ഓപ്ഷൻ ഡി ആണല്ലോ. ഓപ്ഷൻ ഡി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ 4 ത്രികോണങ്ങൾ ഉണ്ട്. പക്ഷേ 4 ത്രികോണങ്ങൾ ഉണ്ട് എന്ന് മാത്രമാണോ നമുക്ക് തോന്നുന്നത്? അല്ല. ആദ്യത്തെ 2 എണ്ണം ഒരു ഗ്രൂപ്പ്, രണ്ടാമത്തെ 2 എണ്ണം മറ്റൊരു ഗ്രൂപ്പ്. അതിന് കാരണം അതിനിടയിൽ ഒരു ഗ്യാപ്പ് ഇട്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നുകയാണ്. അപ്പൊ ഇങ്ങനെ തോന്നുന്നതിനെ ഇത് രണ്ടും ഒരു ഗ്രൂപ്പാണെന്നും ഇത് രണ്ടും മറ്റൊരു ഗ്രൂപ്പാണെന്നും നമുക്ക് തോന്നുന്നു. ഇതിനെയാണ് ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ശരിയായ ഓപ്ഷൻ ഡി തന്നെയാണ്. ചോദ്യം 2. ഗൃഹപാഠം ചെയ്യാതെ 7ാം പീരീഡിൽ കളിക്കാൻ വിടുന്നതല്ല, രാധ ടീച്ചർ പറഞ്ഞു. ഇതു കേട്ട നിമിഷം തന്നെ ചില കുട്ടികൾ നോട്ട് പുസ്തകത്തിൽ എഴുതി തുടങ്ങി. ഇവിടെ ടീച്ചർ പ്രയോഗിച്ച പഠനതന്ത്രം ഏതാണ്? ഗൃഹപാഠം ചെയ്യാതെ 7ാം പീരീഡിൽ കളിക്കാൻ വിടുന്നതല്ല, രാധ ടീച്ചർ പറഞ്ഞു. ഇതു കേട്ട നിമിഷം തന്നെ ചില കുട്ടികൾ നോട്ട് പുസ്തകത്തിൽ എഴുതി തുടങ്ങി. ഇവിടെ ടീച്ചർ പ്രയോഗിച്ച പഠനതന്ത്രം ഏതാണ്? എ. ധനപ്രബലനം, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ബി. സന്നദ്ധതാ നിയമം, ലോ ഓഫ് റെഡിനെസ്. സി.
ഋണപ്രബലനം നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഡി ഫല നിയമം ലോ ഓഫ് എഫക്റ്റ്. ഇതിൽ ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഋണപ്രബലനം നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. അപ്പൊ എന്താണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, എന്താണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്? നമ്മുടെ ചോദ്യത്തിൽ എ എന്ന ഓപ്ഷനിൽ ധനപ്രബലനം പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്നും സി എന്ന ഓപ്ഷനിൽ ഋണപ്രബലനം അഥവാ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്നുമാണല്ലോ. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? സംഗതി വളരെ ലളിതമാണ്. അതായത് ഒരു കുട്ടി നല്ല ഒരു കാര്യം ചെയ്തു, ഹോംവർക്ക് ചെയ്തു വരെ ഒക്കെ ചെയ്തു, അത് നല്ല കാര്യമാണല്ലോ. അപ്പൊ നല്ല കാര്യം ചെയ്ത് ഒരു കുട്ടി വരുമ്പോൾ ആ കുട്ടിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം അധ്യാപകൻ പകരം ചെയ്യും. അതായത് ആ കുട്ടിക്ക് ഒരു സമ്മാനം കൊടുക്കും, അല്ലെങ്കിൽ ആ കുട്ടിയെ ഒന്ന് പ്രശംസിക്കും. ഇതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. കുട്ടി ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അധ്യാപകൻ ആ കുട്ടിയെ പ്രശംസിക്കുക, അഥവാ ആ കുട്ടിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം അധ്യാപകൻ ചെയ്തു കൊടുക്കുക. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് അഥവാ ഋണപ്രബലനം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഒരു നല്ല കാര്യം ചെയ്താൽ ആ കുട്ടിക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഒഴിവാക്കി കൊടുക്കുക. ഒരു കുട്ടി ഒരു നല്ല കാര്യം ചെയ്താൽ ആ കുട്ടിക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം മാറ്റി കൊടുക്കുക. ഉദാഹരണത്തിന് ഇമ്പോസിഷൻ കൊടുക്കുക എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. എന്നാൽ ഒരു കുട്ടി ക്ലാസ്സിലെ എല്ലാ വർക്കുകളും കൃത്യമായി ചെയ്തു, അവന് ഇമ്പോസിഷൻ ഒഴിവാക്കി കൊടുക്കുന്നു. അപ്പോൾ അത് അവന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലേ. അപ്പോൾ അവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം ഒഴിവാക്കി കൊടുക്കുക, അതിനെയാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയാം. ഇപ്പൊ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം നമ്മൾ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് അഥവാ ഋണപ്രബലനം എന്നല്ലേ പറഞ്ഞത്. അതായത് അതിലും ഈ സംഭവമാണ് ഉള്ളത്. അതായത് കുട്ടികളോട് പറയുന്നു 7ാം പീരീഡ് കളിക്കാൻ വിടുന്നതല്ല. അത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യമാണോ? അല്ല. പക്ഷെ കുട്ടികൾ ഒരു നല്ല കാര്യം ചെയ്തപ്പോൾ അഥവാ ഗൃഹപാഠം കൃത്യമായി ചെയ്തു, അപ്പോ അവരെ കളിക്ക് വിടുന്നു. കളിക്ക് വിടാതിരിക്കുക എന്ന് പറയുന്ന ആ ബുദ്ധിമുട്ടുള്ള കാര്യം, അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യം മാറ്റിയിട്ട് അവരെ കളിക്കാൻ വിടുന്നു. അതിനെയാണ് ഋണപ്രബലനം അഥവാ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ചോദ്യം 3. താഴെ കൊടുത്തവയിൽ റോബർട്ട് ജെ ഹാവിഗസ്റ്റിന്റെ വികസന പ്രവൃത്തിയിൽ ഡെവലപ്മെന്റൽ ടാസ്കിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ കൊടുത്തവയിൽ റോബർട്ട് ജെ ഹാവിഗസ്റ്റിന്റെ വികസന പ്രവൃത്തിയിൽ അഥവാ ഡെവലപ്മെന്റൽ ടാസ്കിൽ ഉൾപ്പെടാത്തത് ഏതാണ്? എ സൗന്ദര്യാത്മക ശക്തി ആസ്തെറ്റിക് ഫോഴ്സ്. ബി ശാരീരിക പരിപക്വനം ഫിസിക്കൽ മെച്ചുറേഷൻ. സി മൂല്യങ്ങളും താല്പര്യങ്ങളും വാല്യൂസ് ആൻഡ് ആസ്പിരേഷൻസ്. ഡി സാംസ്കാരിക സമ്മർദ്ദം കൾച്ചറൽ പ്രഷർ. ഉത്തരം ഓപ്ഷൻ എ ആണ്, സൗന്ദര്യാത്മക ശക്തി ആസ്തെറ്റിക് ഫോഴ്സ്. ഇനി എന്താണ് ഹാവിഗസ്റ്റിന്റെ ഡെവലപ്മെന്റൽ ടാസ്ക് അഥവാ വികസന പ്രവൃത്തി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വികസന പ്രവൃത്തി അല്ലെങ്കിൽ വികസനോന്മുഖ പ്രവൃത്തി എന്നും മലയാളത്തിൽ പറയുന്നുണ്ട്. സമൂഹവുമായി വിജയകരമായ നിലയിൽ പൊരുത്തപ്പെടാൻ വ്യക്തിയെ സഹായിക്കുന്ന പ്രവൃത്തികളാണ് വികസനോന്മുഖ പ്രവൃത്തികൾ. സമൂഹവുമായി വിജയകരമായ നിലയിൽ പൊരുത്തപ്പെടാൻ വ്യക്തിയെ സഹായിക്കുന്ന പ്രവൃത്തികളാണ് വികസനോന്മുഖ പ്രവൃത്തികൾ. ഹാവിഗസ്റ്റ് ഈ വികസനങ്ങളുടെ ഒരു രൂപമാതൃക തയ്യാറാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വികസനത്തിന്റെ ഓരോ പുതിയ ഘട്ടവും അടുത്ത ഘട്ടത്തിലേക്ക് പുരോഗമിക്കുന്നതിന് മുമ്പ് വ്യക്തി പൂർത്തിയാക്കേണ്ട ചില അവശ്യ പ്രവർത്തന ശേഷികളും നൈപുണികളും മനോഭാവങ്ങളും ആശയങ്ങളും ഉൾക്കൊള്ളുന്നു. ഇവയുടെ ആകെത്തുകയാണ് വികസന പ്രവൃത്തി അഥവാ ടാസ്ക് എന്ന വാക്കുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. സ്കൂളിൽ ചേരുന്നതിന് മുമ്പ് അഥവാ 6 വയസ്സിന് മുമ്പായിട്ട് ഒരു കുട്ടി എന്തെല്ലാം നൈപുണികൾ എന്തെല്ലാം ശേഷികൾ നേടിയെടുക്കണം? അതാണ് അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ ഘട്ടം, വിദ്യാലയ പൂർവ്വഘട്ടത്തിലെ വികസനോന്മുഖ പ്രവൃത്തികൾ. 1 നടക്കാൻ പഠിക്കൽ. 2 സംസാരിക്കാനും പ്രതികരിക്കാനും പഠിക്കൽ. 3 ആഹാരം കഴിക്കാനും വെള്ളവും പാലും കുടിക്കാനും പഠിക്കൽ. 4 വിസർജ്യ വസ്തുക്കളുടെ വിസർജനം നിയന്ത്രിക്കാൻ പഠിക്കൽ. ലിംഗവ്യത്യാസം മനസ്സിലാക്കൽ.
ശാരീരിക സ്ഥിരത കൈവരിക്കൽ, സാമൂഹികവും കായികവുമായ യാഥാർത്ഥ്യങ്ങളെ സംബന്ധിക്കുന്ന ലളിതാശയങ്ങളുടെ രൂപവൽക്കരണം, ഇങ്ങനെ തുടങ്ങിയിട്ട് വിദ്യാലയത്തിൽ പോകുന്നതിന് മുമ്പ് ഒരു കുട്ടി നേടിയെടുക്കേണ്ടുന്ന ഡെവലപ്മെന്റൽ ടാസ്കുകളാണ് അദ്ദേഹം ഒന്നാമതായിട്ട് പറയുന്നത്. അതിനുശേഷം പ്രൈമറി വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരു വ്യക്തി നേടിയെടുക്കേണ്ടുന്ന ഡെവലപ്മെന്റൽ ടാസ്കുകൾ എന്തെല്ലാമാണ്? 1. സാധാരണ കളികൾക്ക് ആവശ്യമായ കായിക നൈപുണികൾ വളർത്തൽ. 2. വളരുന്ന ജീവി എന്ന നിലയിൽ അവനവനോട് തന്നെ വിശാല മനോഭാവം സൃഷ്ടിക്കൽ. 3. സമവയസ്കരോട് പൊരുത്തപ്പെടാൻ പഠിക്കൽ. 4. ഉചിതമായ ആൺ അല്ലെങ്കിൽ പെൺ ചുമതലകൾ അഭ്യസിക്കൽ. 5. വായന, എഴുത്ത്, കണക്കുകൂട്ടൽ എന്നിവയിലെ അടിസ്ഥാന നൈപുണികൾ വികസിപ്പിക്കൽ. 6. ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ ആശയങ്ങൾ സ്വാംശീകരിക്കൽ. അപ്പൊ ഇങ്ങനെ തുടങ്ങിയിട്ട് പ്രൈമറി വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ഡെവലപ്മെന്റൽ ടാസ്ക് അദ്ദേഹം പറയുന്നു. മൂന്നാമതായിട്ട് സെക്കൻഡറി വിദ്യാഭ്യാസ ഘട്ടത്തിലെ വികസനോന്മുഖ പ്രവൃത്തികൾ അഥവാ ഡെവലപ്മെന്റൽ ടാസ്ക്. എന്തെല്ലാമാണ്? സെക്കൻഡറി വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരാൾ ആർജിച്ചിരിക്കേണ്ടുന്ന നൈപുണികളും കഴിവുകളും ഒക്കെ എന്തെല്ലാമാണ്? ഒന്നാമതായിട്ട് 2 ലിംഗത്തിലും പെട്ട സമവയസ്കരോട് പുതിയതും കൂടുതൽ പക്വവുമായ ബന്ധം ആർജിക്കൽ. 2. പ്രവർത്തനങ്ങളിൽ ആൺ അല്ലെങ്കിൽ പെൺ ചുമതലകൾ നിർവഹിക്കാനുള്ള കഴിവ് ആർജിക്കൽ. 3. അവനവന്റെ ബാഹ്യരൂപത്തെ അംഗീകരിക്കലും ശരീരത്തെ കാര്യക്ഷമമായി ഉപയോഗിക്കലും. 4. സാമ്പത്തിക സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തൽ. 5. മാതാപിതാക്കളിൽ നിന്നും മറ്റു മുതിർന്നവരിൽ നിന്നും വൈകാരിക സ്വാതന്ത്ര്യം കൈവരിക്കൽ. 6. യുക്തമായ ഒരു തൊഴിൽ തിരഞ്ഞെടുക്കലും അതിന് തയ്യാറെടുക്കലും. 7. വിവാഹത്തിനും കുടുംബജീവിതത്തിനും തയ്യാറെടുക്കൽ. ഇങ്ങനെ തുടങ്ങിയിട്ട് സെക്കൻഡറി വിദ്യാഭ്യാസ ഘട്ടത്തിലെ ഡെവലപ്മെന്റൽ ടാസ്ക് അദ്ദേഹം വിശദീകരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ഇപ്പൊ നമ്മൾ ഒരുപാട് ഡെവലപ്മെന്റൽ ടാസ്കുകൾ കണ്ടല്ലോ, ഓരോ പ്രായത്തിലും നേടേണ്ടത്. ഇതൊക്കെ അയാൾ നേടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന്, അയാളെ ശാരീരിക വളർച്ചയാണ്, അഥവാ ഫിസിക്കൽ മെച്ചുറേഷൻ. ശരീരം വളരുന്നതിനനുസരിച്ച്, ശരീരത്തിന്റെ പക്വതക്കനുസരിച്ച് അയാൾ പുതിയ പുതിയ വികാസങ്ങൾ അയാൾക്കുണ്ടാവണം. ഉദാഹരണത്തിന്, ആദ്യം ഇഴഞ്ഞു നടക്കുന്ന കുട്ടി പിന്നീട് ശാരീരിക വളർച്ച ഉണ്ടാകുമ്പോൾ നടക്കാൻ പഠിക്കണം, പിന്നെ ഓടാൻ പഠിക്കണം. അപ്പോൾ ഫിസിക്കൽ മെച്ചുറേഷൻ ആണ് അതിൻ്റെ ഒരു കാരണം. രണ്ടാമത്തത് കൾച്ചറൽ പ്രഷർ, സാംസ്കാരികമായ സമ്മർദ്ദം. സാംസ്കാരികമായ സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ ദ എക്സ്പെക്ടേഷൻസ് ഓഫ് സൊസൈറ്റി, സമൂഹത്തിന്റെ പ്രതീക്ഷ. ഒരു വ്യക്തി എങ്ങനെ ആവണം, ഒരു മനുഷ്യൻ എങ്ങനെ ആവണമെന്ന് ആ സമൂഹം ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ജനാധിപത്യ സമൂഹത്തിലെ ഒരു വ്യക്തി നല്ലൊരു പൗരനാവണം, പൗരബോധമൊക്കെ അയാൾക്ക് വേണം. സമൂഹം അയാളിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ സമൂഹം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ അയാൾ സ്വന്തം ഉണ്ടാക്കിയെടുക്കണം, ആ വികാസം അയാൾക്ക് ഉണ്ടാവണം. മൂന്നാമതായിട്ട് ഇൻഡിവിജ്വൽ ആസ്പിരേഷൻസ് ആൻഡ് വാല്യൂസ്, അയാളുടെ വ്യക്തിപരമായ മൂല്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യത്തിലുള്ളത്. ഫിസിക്കൽ മെച്ചുറേഷൻ, വാല്യൂസ് ആൻഡ് ആസ്പിരേഷൻ, കൾച്ചറൽ പ്രഷർ. ഇത് മൂന്നുമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ സൗന്ദര്യാത്മക ശക്തി ഇല്ല, അഥവാ ആസ്തെറ്റിക് ഫോഴ്സ് ഇല്ല. അതുകൊണ്ട് ഈ ചോദ്യത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ കൊടുത്തവയിൽ റോബർട്ട് ജെ ഹാവിഗസ്റ്റിന്റെ വികസന പ്രവൃത്തിയിൽ അഥവാ ഡെവലപ്മെന്റ് ടാസ്കിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന ചോദ്യത്തിന് സൗന്ദര്യാത്മക ശക്തി അഥവാ ആസ്തെറ്റിക് ഫോഴ്സ് എന്നാണ് ഉത്തരം എഴുതേണ്ടത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ചോദ്യം 4. മിക്ക അധ്യാപകരും വൈകി വരുന്നവരെ ക്ലാസ്സിന് പുറത്തു നിർത്തുന്നു. എന്നാൽ എന്നും വൈകി വരുന്ന സനീഷിനെ ഷാരി ടീച്ചർ ക്ലാസ്സിൽ നിന്നും പുറത്താക്കുന്നതിനു പകരം അവന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ക്ലാസ്സിൽ കയറ്റി. അധ്യാപികയുടെ ഈ പ്രവൃത്തി ഏത് മനഃശാസ്ത്രജ്ഞന്റെ കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മിക്ക അധ്യാപകരും വൈകി വരുന്നവരെ ക്ലാസ്സിന് പുറത്തു നിർത്തുന്നു. എന്നാൽ എന്നും വൈകി വരുന്ന സനീഷിനെ ഷാരി ടീച്ചർ ക്ലാസ്സിൽ നിന്നും പുറത്താക്കുന്നതിന് പകരം അവന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ക്ലാസ്സിൽ കയറ്റി. അധ്യാപികയുടെ ഈ പ്രവൃത്തി ഏത് മനഃശാസ്ത്രജ്ഞന്റെ കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ. അബ്രഹാം മാസ്ലോ, ബി. കാൾ റോജേഴ്സ്, സി. ലവ് വൈഗോഡ്സ്കി, ഡി. ജെറോം എസ് ബ്രൂണർ. ആൻസർ ഓപ്ഷൻ എ ആണ്, അബ്രഹാം മാസ്ലോ.
അബ്രഹാം മാസ്ലോ എവിടെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? നമുക്ക് നോക്കാം. ഇതാണ് അബ്രഹാം മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ്, അല്ലെങ്കിൽ ആവശ്യങ്ങളുടെ ശ്രേണി. മലയാളത്തിൽ മാസ്ലോവിന്റെ അഭിപ്രേരണാ ക്രമം എന്നും പറയുന്നു. ഇത് നമ്മൾ പരിശോധിച്ചാൽ കാണാം, ഇവിടെ 1-ാം ഘട്ടം, 2-ാം ഘട്ടം, 3-ാം ഘട്ടം, 4-ാം ഘട്ടം, 5-ാം ഘട്ടം എന്ന് ഓരോന്നിനും നേരെ എഴുതിയിരിക്കുന്നു. അഥവാ 1-ാം ഘട്ടത്തിൽ ഒരു മനുഷ്യന്റെ ആവശ്യം, മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യം എന്ന് പറഞ്ഞാൽ ശാരീരിക ആവശ്യങ്ങളാണ്. ശാരീരിക ആവശ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ശാരീരികമായ ആവശ്യങ്ങൾ, അതായത് ഫിസിക്കൽ നീഡ്സ്, അതാണ് മനുഷ്യന് ആദ്യം വേണ്ടത്. അത് കിട്ടിക്കഴിഞ്ഞാൽ, അത് പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യന്റെ 2ാമത്തെ ആവശ്യം ഉണ്ടാവുന്നു. അതാണ് സേഫ്റ്റി നീഡ്സ്, സ്വയം രക്ഷയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ. അപ്പോൾ 1ാമത്തെ തന്നെ ഭക്ഷണം കിട്ടാത്തവന് പിന്നെ സേഫ്റ്റിയെ സംബന്ധിച്ചുള്ള ചിന്ത അല്ല, ഭക്ഷണവും വെള്ളവുമാണ് പരമപ്രധാനം. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയാണ് അവന് സേഫ്റ്റി, അവൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഉണ്ടാവുക. അതും പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാലാണ് 3-ാം ഘട്ടത്തിലുള്ള അവൻ്റെ ആവശ്യം ഉണ്ടാവും. അതാണ് ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്. ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് അഥവാ സ്നേഹം, സ്വന്തമെന്ന ബോധം എന്നീ ആവശ്യങ്ങൾ ഉണ്ടാവും. അതും പൂർത്തീകരിക്കപ്പെട്ടാലാണ് അഭിമാനവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ, അഥവാ സെൽഫ് എസ്റ്റീമുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഉണ്ടാവും. അതും പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാലാണ് 5ാമത്തെ ആവശ്യം ഉണ്ടാവുക. അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ, ആത്മയാഥാർത്ഥ്യവൽക്കരണം. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ ആ സിദ്ധാന്തം. ഇവിടെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ഈ അടിസ്ഥാന ആവശ്യം അഥവാ ഭക്ഷണം, വെള്ളം തുടങ്ങിയവയൊന്നും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് വെക്കുക. എങ്കിൽ ആ കുട്ടി മറ്റു കാര്യങ്ങളൊന്നും ഭംഗിയായി നിർവഹിക്കില്ല. വീട്ടിൽ പട്ടിണിയും പരിവട്ടവും പ്രശ്നങ്ങളും ഒക്കെ ആണെങ്കിൽ ആ കുട്ടിക്ക് പിന്നെ സ്കൂളിലേക്ക് അങ്ങനെ കൃത്യമായിട്ടൊന്നും വരാൻ കഴിയില്ല. അത് ആ ടീച്ചർ മനസ്സിലാക്കുന്നു. അപ്പൊ അവൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കണം. അതാണ് ടീച്ചർ തീരുമാനിച്ചതും ടീച്ചർ അന്വേഷിച്ചതും അതാണ്. അപ്പോൾ ആ ടീച്ചർ അബ്രഹാം മാസ്ലോയുടെ സിദ്ധാന്തം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡോക്ടർ കെ ശിവരാജന്റെ പുസ്തകത്തിലെ വരികൾ നമുക്കൊന്ന് നോക്കാം. താഴ്ന്ന തലത്തിലുള്ള ആവശ്യം പൂർത്തീകരിക്കാതെ ഉയർന്ന തലത്തിലുള്ള ആവശ്യം പുറത്തു വരില്ല. കായിക ആവശ്യങ്ങൾ തൃപ്തമായി കഴിഞ്ഞാൽ സുരക്ഷക്കായുള്ള ആവശ്യങ്ങൾ ജനിക്കുന്നു. അവയും തൃപ്തമായി കഴിഞ്ഞാൽ സ്നേഹം, സ്വന്തമെന്ന ബോധം എന്നിവ ശക്തമാകുന്നു. അതിനുശേഷമാണ് ആത്മാഭിമാനവും ആത്മയാഥാർത്ഥ്യവൽക്കരണവും. ആത്മയാഥാർത്ഥ്യവൽക്കരണമാണ് മനുഷ്യന്റെ ആവശ്യങ്ങളിൽ വെച്ച് ഏറ്റവും ഉദാത്തം എന്നാണ് മാസ്ലോ പറയുന്നത്. അപ്പോൾ ഏറ്റവും അടിയിലുള്ള ആവശ്യം, 1ാമത്തെ ആവശ്യമാണ് ശാരീരിക ആവശ്യം. അത് പൂർത്തീകരിക്കപ്പെടാത്ത ഒരു കുട്ടിക്ക് ബാക്കിയുള്ളതൊന്നും ആവശ്യമായി തോന്നുകയില്ല. അപ്പം അതുകൊണ്ട് ആ ടീച്ചർ ആ കുട്ടിയുടെ അടിസ്ഥാന ആവശ്യം എന്താണ് എന്ന് അന്വേഷിക്കുന്നു. അത് വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കാൻ ടീച്ചർ തീരുമാനിക്കുന്നു. അങ്ങനെ ആ കുട്ടിയുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. അബ്രഹാം മാസ്ലോയുടെ ഈ സിദ്ധാന്തം അനുസരിച്ചാണ് ടീച്ചർ പ്രവർത്തിക്കുന്നത്. ചോദ്യം 5. സോഷ്യോഗ്രാം ഉപയോഗിച്ച് കുട്ടികളെ വിശകലനം ചെയ്തപ്പോൾ അമ്പിളി ടീച്ചർക്ക് ലഭിച്ച ചിത്രം താഴെ കൊടുത്തതുപോലെയായിരുന്നു. ഇത് ഏത് തരം ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്? സോഷ്യോഗ്രാം ഉപയോഗിച്ച് കുട്ടികളെ വിശകലനം ചെയ്തപ്പോൾ അമ്പിളി ടീച്ചർക്ക് ലഭിച്ച ചിത്രീകരണം താഴെ കൊടുത്തതുപോലെയായിരുന്നു. ഇത് ഏത് തരം ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്? എ. ക്ലിക്കുകൾ, ബി. ഗ്യാങ്ങുകൾ, സി. സ്റ്റാർസ്, ഡി. ദ്വന്ദ്ങ്ങൾ അഥവാ ട്വിൻസ്. ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്, ക്ലിക്കുകൾ. എന്താണ് ക്ലിക്കുകൾ? നമുക്ക് പരിശോധിക്കാം. ഇത് സോഷ്യോഗ്രാം അഥവാ സോഷ്യോമെട്രി സംബന്ധമായ ഒരു ചോദ്യമാണ്. അതിന് മലയാളത്തിൽ സമൂഹമിതി എന്നാണ് പറയുക. എന്താണ് സോഷ്യോഗ്രാം? അതായത് നമ്മുടെ സ്കൂളിൽ ഒരു ടൂർ പോകുന്നു. ടൂർ പോകുമ്പോൾ അധ്യാപകർ കുട്ടികളോട് പറയുന്നു, ടൂർ പോകുമ്പോൾ നിങ്ങൾ അടുത്ത സീറ്റിൽ ആരാണ് ഇരിക്കേണ്ടത് അത് നിങ്ങൾക്ക് തന്നെ നിർണ്ണയിക്കാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ പേര് എഴുതി തരൂ. അപ്പോൾ കുട്ടികൾ ടൂർ പോകുമ്പോൾ വിശേഷിച്ചും അവരുടെ അടുത്ത് ഇരിക്കാൻ ഇഷ്ടപ്പെടുക അവരെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളെ ആയിരിക്കും. അപ്പോൾ ഓരോ കുട്ടിയും അവർക്ക് ഇഷ്ടപ്പെടുന്ന ആളുടെ പേര് എഴുതി തരുന്നു. അങ്ങനെ കുട്ടികൾ എഴുതി തന്നു. അത് നമ്മൾ ഇങ്ങനെ ഒരു ചാർട്ടാക്കി എഴുതും. ഈ ചാർട്ട് നോക്കൂ, നിങ്ങൾ 10 കുട്ടികളാണ് ഉള്ളത്. 1 ജിഷ്ണു, 2 റാഫി എന്നീ ക്രമത്തിൽ നമ്മൾ എഴുതിയിരിക്കുന്നു.
അതേ പേര് തന്നെ നമ്മൾ മുകളിലും എഴുതിയിട്ടുണ്ട്. ജിഷ്ണു ആരുടെ പേരാണ് എഴുതി തന്നിരിക്കുന്നത്? നിവിയുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. നിവി 4ാമത്തെ ആളാണ്. ഇവിടെയും കണ്ടില്ലേ, 4ാമത്തെ ആളാണ് നിവി. അപ്പോൾ ഒന്നാമനായ ജിഷ്ണു, 4ാമനായ നിവിയുടെ പേരാണ് എഴുതി തന്നിരിക്കുന്നത്. രണ്ടാമത്തെ ആരാണ്? റാഫിയാണ്. റാഫി ആരുടെ പേരാണ് എഴുതിയിരിക്കുന്നത്? രവിയുടെ പേരാണ്. രവി 6ാമത്തെ ആളാണ് അല്ലേ? ഇവിടെയും നമ്മൾ 6ാമത്തെ ആള് രവിയാണ്. അപ്പോൾ രണ്ടാമത്തെ ആള് 6ാമത്തെ ആളെ പേര് ആണ് എഴുതി തന്നിരിക്കുന്നത്. മൂന്നാമത്തെ ഷിജിയാണ്. ഷിജി ആരുടെ പേര് എഴുതി തന്നിരിക്കുന്നു? മായയുടെ പേര് എഴുതി തന്നിരിക്കുന്നു. മായ 5ാമത്തെ ആളാണ് അല്ലേ? 5 അല്ലേ മായ? യെസ്. അപ്പൊ 3ാമത്തെ ആള് 5ാമത്തെ ആളെ നമ്പർ എഴുതി തന്നിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നേരത്തെ ആ ചാർട്ടിൽ ഉള്ളതുപോലെ ഒരാളുടെ നമ്പർ എഴുതുക. 3ാമത്തെ ആള്, അയാളുടെ നമ്പർ എഴുതിയിട്ട് നമ്മൾ ഇങ്ങനെ വട്ടം വരയ്ക്കുക. എന്നിട്ട് താഴോട്ട് ഒരു ആരോ മാർക്ക് ഇടുന്നു. അയാൾ ആരുടെ പേരാണോ എഴുതി തന്നിരിക്കുന്നത് അയാളുടെ നമ്പർ എഴുതുക. എന്നിട്ട് ഇങ്ങനെ ഒരു വട്ടം വരയ്ക്കുക. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 3ാം നമ്പറുകാരൻ 5ാം നമ്പറുകാരൻ്റെ നമ്പർ എഴുതിയിരിക്കുന്നു. 10ാം നമ്പറുകാരൻ 5ാം നമ്പറുകാരൻ്റെ നമ്പർ എഴുതിയിരിക്കുന്നു. 8ാം നമ്പറുകാരൻ 5ാം നമ്പറുകാരൻ്റെ നമ്പർ എഴുതിയിരിക്കുന്നു. ഇതിന് നമുക്ക് കാണാം 8ൽ നിന്ന് 5ലേക്കും 5ൽ നിന്ന് 8ലേക്കും ആരോ മാർക്കുണ്ട്. എന്നാൽ അവർ പരസ്പരം എഴുതിയിരിക്കുന്നു. 8 5ന്റെ നമ്പറും 5 8ന്റെ നമ്പറും ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ചിത്രീകരണത്തെയാണ് സോഷ്യോഗ്രാം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ സോഷ്യോഗ്രാമിനെ വിലയിരുത്താം, വിശകലനം ചെയ്യാം. ഇപ്പോൾ കുറേ കുട്ടികൾ പേരെഴുതിയിരിക്കുകയാണല്ലോ, കൂടെ ഇരുത്തേണ്ടവൻ്റെ പേര് എഴുതിയിരിക്കുകയാണ്. ഒരു കുട്ടിയുടെ പേര് നിരവധി പേര് ഒരുപക്ഷെ എഴുതിയിട്ടുണ്ടാകും. ബാബുവിനെ എൻ്റെ കൂടെ ഇരുത്തണമെന്ന് ഒരുപക്ഷെ 20 കുട്ടികളോ 25 കുട്ടികളോ ഒക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അവരവൻ്റെ പേര് എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ ബാബുവിനെ നമ്മൾ സ്റ്റാർ എന്നാണ് വിളിക്കുക. കൂടുതൽ വ്യക്തികളാൽ നിർദ്ദേശിക്കപ്പെട്ട ആൾ, അതാണ് സ്റ്റാർ. ഇനി ഇവിടെ നിങ്ങൾ നോക്കൂ, 1 4 1 4നെയും 4 1നെയുമാണ് എഴുതിയിരിക്കുന്നത്. ഇതിനെയാണ് ദ്വന്ദ്ങ്ങൾ, ട്വിൻസ് എന്ന് പറയാം. ക്രമനമ്പർ 1 4നെയും 4 1നെയും പരസ്പരം നിർദ്ദേശിച്ചിരിക്കുന്നു. ഇത്തരക്കാരെയാണ് ദ്വന്ദ്ങ്ങൾ അഥവാ ട്വിൻസ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത ചിത്രം നോക്കാം. 6 2നെ എഴുതിയിരിക്കുന്നു, 7 2നെ എഴുതിയിരിക്കുന്നു, 6 7നെ എഴുതിയിരിക്കുന്നു അല്ലെ? അപ്പൊ അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കുകയാണ്. ഇത്തരം കൂട്ടങ്ങളെയാണ് ക്ലിക്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മളെ ചോദ്യത്തിലുള്ളത്. ഈ ചിത്രമാണല്ലോ നമ്മളെ ചോദ്യത്തിലുള്ളത്. അപ്പോൾ ഉത്തരം ക്ലിക്ക് എന്ന് തന്നെയാണ്. ഇനി വളരെ കൂടുതൽ അംഗങ്ങൾ ഒരു ചങ്ങല പോലെ നിർദ്ദേശിച്ചാൽ ഗ്യാങ്ങുകൾ രൂപപ്പെടും. ഗ്യാങ് എന്ന ഓപ്ഷനും നമ്മളെ ചോദ്യത്തിലുണ്ട്. ഇനി മറ്റൊരു വിഭാഗമാണ് ഐസൊലേറ്റുകൾ, ഏകാകികൾ എന്ന് പറയും. ആരാണ് ഐസൊലേറ്റ്? അവർ ഒരാളുടെയും പേര് എഴുതിയിട്ടുണ്ടാവില്ല. അവരുടെ കൂടെ ആരിരുന്നാലും അവർക്കൊരു പ്രശ്നവുമില്ല. അവർക്ക് പ്രത്യേകിച്ച് ആരെയും പ്രത്യേകിച്ച് ഇഷ്ടമില്ല. ഇവരുടെ പേര് മറ്റാരും എഴുതിയിട്ടുണ്ടാവില്ല. ആരെയും നിർദ്ദേശിക്കാതെയും ആരാലും നിർദ്ദേശിക്കപ്പെടാതെയും ഇരിക്കുന്നവരാണ് ഏകാകികൾ. അവർ ആരുടെ പേരും എഴുതിയിട്ടുണ്ടാവില്ല, അവരുടെ പേര് മറ്റുള്ളവരും എഴുതിയിട്ടുണ്ടാവില്ല. അവരെയാണ് ഏകാകികൾ അഥവാ ഐസൊലേറ്റ്സ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് ഒന്നുകൂടി നോക്കാം. ഇവിടെ 8 4ന്റെ പേര് എഴുതിയിരിക്കുന്നു, 8 5ന്റെ പേര് എഴുതിയിരിക്കുന്നു, 4 5ന്റെ പേര് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇതെന്താണ്? ഇതൊരു ക്ലിക്ക് തന്നെയാണ്. സ്റ്റാർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ദ്വന്ദ്ങ്ങൾ എന്താണെന്ന് നേരത്തെ വിശദീകരിച്ചു. ഇവിടെ ഉത്തരം ക്ലിക്കാണ്. ചോദ്യം 6. പോഷക പഠനം അഥവാ എൻറിച്ച്മെന്റ് പ്രോഗ്രാംസ്, ശീഘ്ര മുന്നേറ്റം, റാപ്പിഡ് അഡ്വാൻസ്മെന്റ്, വേറിട്ട ക്ലാസുകൾ, സെപ്പറേറ്റ് ക്ലാസ്, ഇരട്ടക്കയറ്റം, ഡബിൾ പ്രൊമോഷൻ എന്നീ പരിപാടികൾ ഏത് തരം കുട്ടികൾക്കാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്? എ. സർഗപരതയുള്ള കുട്ടികൾ, ക്രിയേറ്റീവ് ചിൽഡ്രൻ. ബി. പ്രതിഭാശാലികൾ, ഗിഫ്റ്റഡ് ചിൽഡ്രൻ. സി. പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾ, ബാക്ക്വേർഡ് ചിൽഡ്രൻ. ഡി. ശാരീരിക വൈകല്യമുള്ളവർ. ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ്, പ്രതിഭാശാലികൾ. അപ്പൊ ചോദ്യത്തിൽ ഉള്ളതുപോലെ പ്രതിഭാശാലികളായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ പറയാം.
പ്രതിഭാശാലികളായ കുട്ടികളെ പ്രത്യേകം പരിഗണിക്കണം. ഇല്ലെങ്കിൽ മന്ദബുദ്ധികളോ അല്ലെങ്കിൽ ആവറേജോ ഒക്കെ ആയ കുട്ടികളുടെ കൂടെ അവർ പഠിക്കേണ്ടി വന്നാൽ അവർക്ക് അത് മടുപ്പുളവാക്കുകയും അവർ പലവിധ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തേക്കാം. അതുകൊണ്ട് അവർക്ക് വേണ്ടി ചില പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് വിശേഷാൽ വിദ്യാലയങ്ങൾ അഥവാ വ്യത്യസ്ത വിദ്യാലയങ്ങൾ, സ്പെഷ്യൽ സ്കൂൾസ് ഓർ സെപ്പറേറ്റ് സ്കൂൾസ്. അഥവാ പ്രതിഭാശാലികളായ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെ ആരംഭിക്കണം എന്ന് പലരും അഭിപ്രായപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തത്, ഇങ്ങനെ ഒരു സ്കൂളൊന്നും തുടങ്ങാൻ കഴിയാത്ത സന്ദർഭത്തിൽ ചെയ്യേണ്ട കാര്യമാണ്. അത് കഴിവിനൊത്ത വർഗീകരണം അഥവാ വേറിട്ടുള്ള ക്ലാസുകൾ, എബിലിറ്റി ഗ്രൂപ്പിംഗ് ഓർ സെപ്പറേറ്റ് ക്ലാസ്സസ്. അതായത് ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകൻ പാഠമെടുക്കുമ്പോൾ അയാൾ ശരാശരി കുട്ടികളെയാണ് അയാൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം ക്ലാസ് എടുക്കുക. അപ്പോൾ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ആ ശരാശരിക്കാരുടെ നിലവാരത്തിലേക്ക് ഉയർന്നു വരാൻ പ്രയാസമായിരിക്കും. പ്രതിഭാശാലികളായ കുട്ടികൾക്കാവട്ടെ ബോറടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവർ പലതരം കുസൃതികൾ കാണിക്കും, അവിടെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് മറികടക്കാൻ വേണ്ടിയിട്ട് പ്രതിഭാശാലികളായ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊരു ക്ലാസ് റൂം ഉണ്ടാക്കുക. അതാണ് കഴിവിനൊത്ത വർഗീകരണം. അപ്പോൾ അവർക്ക് അവരുടെ നിലവാരം അനുസരിച്ച് കൊണ്ടുള്ള ക്ലാസ്സുകളൊക്കെ നൽകാമല്ലോ. മൂന്നാമതായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയാണ് ചാടിക്കടക്കൽ അഥവാ ഇരട്ടക്കയറ്റം, സ്കിപ്പിംഗ് ഓർ ഡബിൾ പ്രൊമോഷൻ. അതായത് 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ 6ാം ക്ലാസ്സിലേക്ക് ജയിപ്പിക്കുന്നതിന് പകരം 7ാം ക്ലാസ്സിലേക്ക് ജയിപ്പിക്കുക. പ്രതിഭാശാലിയായ കുട്ടിയെ അങ്ങനെ ചെയ്യാവുന്നതാണ്. നാലാമത്തതാണ് ത്വരിത പഠനം അഥവാ ശീഘ്രമായ മുന്നേറ്റം. ഇംഗ്ലീഷിൽ ആക്സിലറേഷൻ ഓർ റാപ്പിഡ് അഡ്വാൻസ്മെന്റ് എന്ന് പറയും. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിവുള്ള കുട്ടികളെ പ്രായമെത്തുന്നതിന് മുമ്പ് തന്നെ 1ാം ക്ലാസ്സിൽ പ്രവേശിപ്പിക്കുക. 3 വർഷത്തെ പഠനം 2 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ അവസരം നൽകുക. അടുത്ത ക്ലാസ്സിലേക്ക് കയറ്റം 1 വർഷത്തിന് ശേഷം എന്നതിന് പകരം 6 മാസം കൂടുമ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിപ്പിക്കുക. ഇത്തരത്തിൽ ക്ലാസ് കയറ്റം കൊടുക്കുമ്പോൾ ചില കുഴപ്പങ്ങളുണ്ട്. അവർക്ക് വലിയ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് അനുസൃതമായ പക്വത, സഹപാഠികൾക്ക് അനുസൃതമായ പക്വത അവർക്ക് ഉണ്ടാവുകയില്ല എന്നൊരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും കഴിവുള്ള കുട്ടികളെ നമുക്ക് ഇങ്ങനെയും ചെയ്യാവുന്നതാണ്. 5ാമത്തതാണ് പോഷക പരിപാടികൾ അഥവാ എൻറിച്ച്മെന്റ് പ്രോഗ്രാംസ്. ഈ പോഷക പരിപാടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടിയുടെ നിലവാരത്തിനൊത്ത് ഉയർന്ന നിലവാരത്തിലുള്ള പാഠ്യവസ്തുക്കളുമായി ബന്ധപ്പെട്ടതും വൈവിധ്യമുള്ളതുമായ പഠനാനുഭവങ്ങൾ അധികമായിട്ട് നൽകുന്ന പരിപാടി. ഈ അധിക നിലവാരം പാഠ്യവസ്തുവിന്റെ കാര്യത്തിൽ മാത്രമല്ല പാലിക്കാവുന്നത്. വെല്ലുവിളി ഉയർത്തുന്ന പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളിൽ താരതമ്യേന കൂടുതൽ ഏർപ്പെടുക എന്നതും അതിനുള്ള ഒരു തന്ത്രമാണ്. ഉദാഹരണത്തിന് ശാസ്ത്ര സമിതി, കലാസമിതി, കായിക പ്രവർത്തന സമിതി, സ്കൂൾ പാർലമെന്റ് തുടങ്ങിയവയിലൊക്കെ ഈ പ്രതിഭാധനരായ കുട്ടികൾക്ക് കൂടുതൽ പങ്കാളിത്തം കൊടുക്കാം. പൂന്തോട്ട നിർമ്മാണം, ചിത്രരചന, അഭിനയം, സംഗീതം തുടങ്ങിയ പ്രവർത്തനങ്ങളും ആകാവുന്നതാണ്. അതോടൊപ്പം തന്നെ മോശപ്പെട്ടവരും ശരാശരിക്കാരുമായ അവരുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് അക്കാദമിക വിഷയങ്ങളിൽ പ്രതിഭാധനരായ കുട്ടികൾ മാർഗനിർദ്ദേശം നൽകുന്നതും മോണിറ്റോറിയൽ പരിപാടിയും ഒക്കെ പരീക്ഷിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് എൻറിച്ച്മെന്റ് പ്രോഗ്രാംസ്. ചോദ്യം 7. വിദ്യാലയത്തിൽ നിരന്തരമായി മോഷണം നടത്തുന്ന കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കണമെന്ന് PTA ആലോചിച്ചപ്പോൾ അവന്റെ കുടുംബ പശ്ചാത്തലം മനസ്സിലാക്കി ശിക്ഷ നൽകാതെ നീതിയും സമത്വവും പരിഗണിച്ച് തുടർ പഠനത്തിന് അവസരം നൽകി. അധ്യാപകന്റെ ഈ പ്രവൃത്തി കോൾബർഗിന്റെ ഏത് നൈതിക വികാസ ഘട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാലയത്തിൽ നിരന്തരമായി മോഷണം നടത്തുന്ന ഒരു കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കണമെന്ന് PTA ആലോചിച്ചു. അപ്പോൾ ഒരു അധ്യാപകൻ ആ കുട്ടിയുടെ കുടുംബ പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കി അവനെ ശിക്ഷിക്കാതെ നീതിയും സമത്വവും പരിഗണിച്ച് തുടർ പഠനത്തിന് അവസരം നൽകി. അധ്യാപകന്റെ ഈ പ്രവൃത്തി കോൾബർഗിന്റെ ഏത് നൈതിക വികാസ ഘട്ടവുമായി അഥവാ മോറൽ ഡെവലപ്മെന്റ് സ്റ്റേജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ. പണിഷ്മെന്റ് ആൻഡ് ഒബീഡിയൻസ്, ശിക്ഷയും അനുസരണവും. ബി. യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ, സാർവജനീന സദാചാര തത്വം. സി. ലോ ആൻഡ് ഓർഡർ ഓറിയന്റേഷൻ, സാമൂഹിക സുസ്ഥിതി പാലനം. ഡി. സോഷ്യൽ കോൺട്രാക്ട് ഓറിയന്റേഷൻ, സാമൂഹിക വ്യവസ്ഥ നിയമപരം. ആൻസർ ഓപ്ഷൻ ബി ആണ് യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ,
സാർവജനീന സദാചാര തത്വം. എന്താണ് കോൾബർഗിന്റെ നൈതിക വികാസ ഘട്ടങ്ങൾ? നമുക്ക് ചെറിയ രൂപത്തിലൊന്ന് നോക്കാം. നൈതിക വികാസത്തെക്കുറിച്ചുള്ള കോൾബർഗിന്റെ സിദ്ധാന്തം നമുക്ക് മനസ്സിലാക്കാം. ആദ്യം മലയാളത്തിൽ പറയാം. ഡോക്ടർ കെ ശിവരാജൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്ന ഭാഗമാണ് ഞാനിവിടെ ഉദ്ധരിക്കുന്നത്. 3 തലങ്ങളാണ് ഒരു കുട്ടിയുടെ നൈതിക വികാസത്തിന് ഉള്ളത്. തലം 1, തലം 2, തലം 3. ഇവ ഓരോ തലത്തിനും 2 ഉപഘട്ടങ്ങൾ കൂടി ഉണ്ട്. നോക്കാം. ഒന്നാമത്തെ തലം വ്യവസ്ഥാപിത പൂർവ്വതലം. 4 വയസ്സ് മുതൽ 10 വയസ്സ് വരെയാണ് ആ കാലഘട്ടം. വ്യവസ്ഥാപിത പൂർവ്വതലം. അതിന്റെ ഉപഘട്ടങ്ങൾ നോക്കാം. ഒന്നാമത്തെ ഘട്ടം ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചുള്ള അനുസരണ ഘട്ടം. ഒരു കുട്ടി അവന്റെ മാതാപിതാക്കളെ ഒക്കെ അനുസരിക്കുന്നത് അടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ആദ്യ ഘട്ടം. രണ്ടാം ഘട്ടം ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള ആയോജന ഘട്ടം. തൻ്റെ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവൻ നല്ല രീതിയിൽ പെരുമാറും. ഇനി രണ്ടാം തലം വ്യവസ്ഥാപിത തലമാണ്. അത് 10 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള തലമാണ്. അതിൻ്റെ 2 ഉപഘട്ടങ്ങൾ. അതിൽ ഒന്നാമത്തെ ഘട്ടം സംഘമാനദണ്ഡങ്ങളോട് ആയോജനം പുലർത്തുന്ന ഘട്ടം. സ്വന്തം കൂട്ടുകാരോടായിരിക്കും കുട്ടിക്ക് കൂടുതൽ ബന്ധം. കൂട്ടുകാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കുട്ടി പെരുമാറും. 4ാമത്തെ ഘട്ടമാണ് സാമൂഹിക നിയമങ്ങളോട് ആയോജനം പുലർത്തുന്ന ഘട്ടം. സമൂഹത്തിന്റെ പൊതുവായ നിയമങ്ങളൊക്കെ പാലിച്ച് കുട്ടി ജീവിക്കും. അതാണ് ആ ഘട്ടം. ഇനി 3ാം തലത്തിലേക്ക് നോക്കാം. 3ാം തലം വ്യവസ്ഥാപിതാനന്തര തലം. 13 വയസ്സിന് ശേഷമുള്ള കാലഘട്ടമാണത്. അതിൽ 2 ഉപഘട്ടങ്ങൾ. അതിൽ ഒന്നാമത്തെ ഘട്ടം ജനായത്ത രീതിയിൽ അംഗീകരിക്കപ്പെട്ട നിയമങ്ങളുമായും സന്മാർഗ മാതൃകകളുമായും ആയോജനം പുലർത്തുന്ന ഘട്ടം. ശേഷമാണ് 6ാമത്തെ ഘട്ടം സാർവലൗകികമായ സാൻമാർഗിക സിദ്ധാന്തങ്ങളുമായി ആയോജനം പുലർത്തുന്ന ഘട്ടം. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുകയാണ്. അത് ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ, നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതേ കാര്യങ്ങൾ തന്നെയാണ്. 3 തലങ്ങൾ: ലെവൽ 1, ലെവൽ 2, ലെവൽ 3. പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി, കൺവെൻഷണൽ മൊറാലിറ്റി, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി. ഈ ഭാഗങ്ങളൊന്നും ഞാൻ വിശദീകരിക്കേണ്ടതില്ല, നമ്മൾ നേരത്തെ വിശദീകരിച്ചു. നമ്മുടെ ചോദ്യത്തിന്റെ ഓപ്ഷനിൽ കാണാം ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെന്റ്, പിന്നെ ദ സോഷ്യൽ കോൺട്രാക്ട്, യൂണിവേഴ്സൽ എത്തിക്സ് ഒക്കെ കാണാം. അപ്പൊ 3ാമത്തെ തലം പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി, വ്യവസ്ഥാപിതാനന്തര തലം എന്ന് പറഞ്ഞു നേരത്തെ. അതിൻ്റെ 2ാം ഘട്ടമായ യൂണിവേഴ്സൽ എത്തിക്സ്. അതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. ചോദ്യം 8. തലയണയെ തൻ്റെ കൂട്ടുകാരിയായി സങ്കല്പിച്ച് സംഭാഷണം നടത്തുന്ന കുട്ടി പിയാഷെയുടെ കാഴ്ചപ്പാടിൽ ഏത് മാനസിക കഴിവുകളുടെ പൂർത്തീകരണമാണ് നടത്തുന്നത്? തലയണയെ തൻ്റെ കൂട്ടുകാരിയായി സങ്കല്പിച്ച് സംഭാഷണം നടത്തുന്ന കുട്ടി പിയാഷെയുടെ കാഴ്ചപ്പാടിൽ ഏത് മാനസിക കഴിവുകളുടെ പൂർത്തീകരണമാണ് നടത്തുന്നത്? എ. അഹം കേന്ദ്രീകൃത ചിന്ത, ഈഗോസെൻട്രിക് തോട്ട്. ബി. സചേതനത്വം, ആനിമിസം. സി. പ്രതീകാത്മക ചിന്തനം, സിംബോളിക് തോട്ട്. ഡി. കേന്ദ്രീകരണം, സെൻട്രേഷൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രതീകാത്മക ചിന്തനം അഥവാ സിംബോളിക് തോട്ട്.